നമസ്കാരം. എൻ്റെ നാട് പരവൂരിൻ്റെ ചരിത്ര പദങ്ങളിലൂടെ ഒരു യാത്ര. നീണ്ട മൗനത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഉണർന്ന് യാത്ര തുടരുകയാണ്. എൻ്റെ നാടിൻ്റെ ബഹുമുഖമായ വളർച്ചയെ വരച്ച് കാട്ടുകയാണ് ഞങ്ങൾ. ഒന്ന് പിന്നിലേക്ക് നോക്കുകയാണെങ്കിലും മുന്നിലേക്ക് കുതിക്കാനുള്ള ആവേശം ഓരോ തലമുറയ്ക്കും ഒരുക്കുകയാണ്. അതിൽ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന പ്രത്യാശയോടുകൂടി എൻ്റെ നാട് വീണ്ടും നിങ്ങളെ തേടി വരുന്നു. എൻ്റെ നാട് പരവൂരിൻ്റെ ചരിത്ര പഥങ്ങളിലൂടെ ഒരു യാത്ര. ഒരു ചെറിയല്ല അല്പം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം പരവൂരിൻ്റെ പ്രൗഢഗംഭീരമായ ചരിത്രകഥ, ആ യാത്രയിലേക്ക് വീണ്ടും ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ജുവൽ ജംഗ്ഷനിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഞങ്ങൾ എത്തുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത ഭാഗം നിങ്ങൾക്ക് കാണാം. പരവൂരിൻ്റെ ക്ഷേത്രങ്ങളുടെ ചരിത്രകഥ, തേരോട്ടം. മുൻഭാഗങ്ങളിൽ ഉണ്ടായതിൽ നിന്നും വളരെ വലിയൊരു പിൻബലം എൻ്റെ നാടിന് ഉണ്ടാകുമല്ലോ അല്ലേ? ദേ ഉടൻ വരുന്നു തേരോട്ടം. ഹായ്, നമസ്കാരം. ശ്രീ അനിൽ ജനാർദ്ദനോടൊപ്പം ജുവൽ ജംഗ്ഷനും പരവൂരിൻ്റെ ചരിത്ര താളുകൾ അന്വേഷിച്ചുകൊണ്ട് വീണ്ടും ഇറങ്ങുകയാണ്. പരവൂരിൻ്റെ പുരാതനവും പ്രൗഢവുമായ ചരിത്രം എത്ര പറഞ്ഞാലും മതിയാവില്ലെന്നറിയാം. എങ്കിലും ഏതാണ്ട് ഒരു 35 എപ്പിസോഡുകളാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. 8 എപ്പിസോഡുകൾ നമ്മൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. ചില ആരോഗ്യകരമായ കാരണങ്ങളാൽ ഇടയ്ക്ക് നിർത്തേണ്ടി വന്നതിൽ ഖേദിക്കുന്നു. പരവൂരിലെ പുരാതനവും പ്രാധാന്യമർഹിക്കുന്നതുമായ നിരവധി ക്ഷേത്രങ്ങളുണ്ട്. ഒരു ക്ഷേത്ര നഗരി കൂടിയാണ് പരവൂർ. അപ്പോൾ ക്ഷേത്രങ്ങളെ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. പരവൂരിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. അതുപോലെ നേരത്തെ ഞാൻ അറിയിച്ചിരുന്നതുപോലെ പരവൂരിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ഏടുകൾ, എന്തെങ്കിലും അവശേഷിപ്പുകൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ജുവൽ ജംഗ്ഷനിൽ അറിയിക്കുക. എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ജുവൽ ജംഗ്ഷൻ മീഡിയ. നന്ദി.